എത്ര തവണ പറഞ്ഞു മടുത്തു. മലപ്പുറം അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ എത്തുന്നവർക്ക് ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ് ദുര്യോഗം. അത്രത്തോളം ഗതാഗതക്കുരുക്കാണ്. പ്രശ്നപരിഹാരത്തിന് മാനത്തമംഗലം ഓരാടം പാലം ബൈപ്പാസ് വരും എന്നത് പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങി. ശാപമോക്ഷം എന്നുണ്ടാകും എന്ന കാത്തിരിപ്പിലാണ് നാട്ടുകാർ. അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഒരുപാട് വാഗ്ദാനങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു വാഗ്ദാനം കൂടി നടപ്പാകാതെ നിൽക്കുകയാണ്. പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? യാത്രയുടെ ബുദ്ധിമുട്ട് അവിടെ എത്രത്തോളമാണ്? മോത്തി, നമ്മൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ടാകും, മോത്തി ഉൾപ്പെടെ തന്നെ ഇത് എത്ര തവണ കേട്ടിട്ടുണ്ടാകും. ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട്, ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി, വർഷങ്ങളായി. ഈ ഗതാഗത കുരുക്കിനൊരു ശാപമോക്ഷം എന്നുണ്ടാകുമെന്നൊരു ചോദ്യം മാത്രം ചോദ്യചിഹ്നമായി തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട ദേശീയ പാതയാണ്. അവിടെ ഈ ദുരിതം അനുഭവിക്കാത്തവരായി തന്നെ ആരും തന്നെ ഉണ്ടാകില്ല. പല മേഖലകളിലുള്ള ആളുകൾ, നമ്മുടെ ന്യൂസ് ഡെസ്കിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുവഴി യാത്ര ചെയ്തപ്പോൾ ഈ ഒരു ദുരനുഭവം പങ്കുവെക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ അത്രമേൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു കാലങ്ങളായി തന്നെ കടന്നു പോകുന്നത്. അപ്പോൾ എന്താണ് പരിഹാരം? അത് മാനത്തമംഗലം ഓരോടം പാലം ബൈപ്പാസ് ആണ്. അതിന് 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥലം നിശ്ചയിച്ചു, കുറ്റിയിടൽ വരെ നടന്നു. പക്ഷേ ഒരു സ്ഥലം ഏറ്റെടുക്കലിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിട്ടില്ല. മാറി മാറി വരുന്ന ഭരണം മാറുമ്പോഴും, അതായത് ജനപ്രതിനിധികൾ മാറുമ്പോഴും പ്രത്യാരോപണങ്ങൾ തുടരുന്നു എന്നല്ലാതെ ഒരു ശാശ്വത പരിഹാരമില്ല. ഈ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകണമെങ്കിൽ ഈ വാഗ്ദാനം ആദ്യം പാലിക്കപ്പെടണം. മാനത്തമംഗലം ഓരോടം പാലം എന്ന പ്രഖ്യാപനമാണ്. അത് എന്തുകൊണ്ട് പാലിക്കപ്പെടുന്നില്ല എന്ന ചോദ്യങ്ങൾ കാലങ്ങളായി തന്നെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിനൊരു ഉത്തരമില്ല. അത് അവർ ഇപ്പോഴും നമ്മളോടും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായുള്ള വാഗ്ദാനം തന്നെയാണ്, കാലങ്ങളായുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ ബൈപ്പാസ്. എന്തുകൊണ്ട് യാഥാർത്ഥ്യമാകില്ല എന്ന് ചോദിച്ചു മടുത്തു. ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ 15 വർഷം മുന്നേ ഇവിടെ നാറ്റ്പാക്കിൻ്റെ ഒരു സർവേ നടത്തി. ആ സർവേ നടത്തിയ സമയത്ത് ഇവിടെ ഇതിൽ പോകുന്ന വാഹനങ്ങളിൽ 75% വാഹനങ്ങളും ഇവിടെ നിർത്തേണ്ടതായ വാഹനങ്ങളാണ് പോകേണ്ടത്. പക്ഷേ എന്നിട്ടാണ് ഇവിടെ കഴിഞ്ഞ മുന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഇതിന് ഫണ്ട് പാസ്സാക്കി, ബൈപ്പാസിന് ഫണ്ട് പാസ്സാക്കി. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അത് മാറി വന്ന ഗവൺമെൻറ് അത് അട്ടിമറിച്ചു. ഇവിടെ രാഷ്ട്രീയം കളിക്കുകയാണ്. രാഷ്ട്രീയം കളിച്ചിട്ട് ഇത് മൊത്തത്തിൽ ഇത് കൊളാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു നിവൃത്തിയില്ല, ബൈപ്പാസ് അല്ലാതെ യാതൊരു നിവൃത്തിയില്ല. ഇപ്പം തന്നെ ബൈപ്പാസിന് ഫണ്ട് പാസ്സായിട്ടുണ്ട്. പക്ഷെ അത് ഇടതുപക്ഷവും വലതുപക്ഷവും രണ്ടും ഒരുമാതിരി നിൽക്കുകയാണ്. അതിന് യാതൊരു കാര്യം ചെയ്യുന്നില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ ബൈപ്പാസ് വരും. ബൈപ്പാസ് ഇല്ലാണ്ട് യാതൊരു നിവൃത്തിയില്ല. അതാണ് ഇവിടുത്തെ സ്ഥിതി. അതെ, ഇനി എന്ന് ഇതിനൊരു ശാപമോക്ഷം ഉണ്ടാകുമെന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അതിന് കൃത്യമായ ഒരു ഉത്തരമാണ് വേണ്ടത്. നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നേ ഉണ്ട്, അവിടെയും ഒരു ഉത്തരമില്ല. കേൾക്കുന്നവർക്ക് നാണമില്ല, പക്ഷെ പറയുന്ന നമുക്ക് നാണക്കേട് വന്നു തുടങ്ങി. ഇതിങ്ങനെ എത്ര സമയമെന്ന് പറഞ്ഞാണ് ആവർത്തിക്കുന്നത്. പക്ഷേ അങ്ങനെ മാതൃഭൂമി ന്യൂസ് നാണം കെട്ട് പിന്മാറുമെന്ന് കരുതരുത്. ആ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ലഭ്യമാകുന്നത് വരെ നമ്മൾ ഇക്കാര്യം വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും.